ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ അതിഥി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ക്രിക്കറ്റ് ലോകത്തിലെ വലിയൊരു സ്റ്റാർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിലും കാലൂന്നിയിരിക്കുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു കലക്ക് കലക്കിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നത് മുഹമ്മദ് അസറുദ്ദീനെയാണ്. നമസ്കാരം. ഇന്ന് വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ സച്ചിദാനന്ദ മൂർത്തിയുടെ അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. വിചാരണ തുടങ്ങിയാണ്. ആപ്കി അദാലത്തിൽ അസറുദ്ദീനെതിരായിട്ടുള്ള ആദ്യത്തെ കുറ്റാരോപണം നോക്കാം. ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീനെതിരായിട്ടുള്ള കുറ്റാരോപണം അദ്ദേഹം ഒരു അനുഭവമില്ലാതെ രാഷ്ട്രീയത്തിൽ കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അസറുദ്ദീൻ ഇതുവരെ താങ്കളെ കണ്ടിരിക്കുന്നത് കോളർ ഉയർത്തി റോളപ്പ് കോളർ ഷർട്ടുള്ള വ്യക്തിയായിട്ടാണ്. പക്ഷേ ഇന്ന് താങ്കൾ കുർത്ത പൈജാമയൊക്കെ ഇട്ട് ഒരു നേതാവിനെ പോലെയാണ്. സാർ, ഇന്നാണ് താങ്കൾ എനിക്ക് ആപ്കി അദാലത്തിനെ കുറിച്ച് ഇൻഫർമേഷൻ തന്നത്. പാർലമെന്റിൽ നിന്ന് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഒരു ടീഷർട്ട് ഇടാനുള്ള സമയം പോലും എനിക്ക് കിട്ടിയില്ല. എന്താ ചെയ്യുക? ഞാൻ കരുതി ഒരു പക്ഷേ താങ്കളുടെ സ്റ്റൈൽ മൊത്തത്തിൽ മാറിയതായിരിക്കുന്നു. ഇല്ല, എന്റെ സ്റ്റൈലൊന്നും മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോ പാർലമെന്റിലുള്ളപ്പോൾ എനിക്ക് കോളർ ഉയർത്തി വെച്ച് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ഒരുപാട് ഡിസിപ്ലിനൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ, റെസ്പെക്ട് കൊടുക്കണം. പബ്ലിക്കിൽ വരുന്ന സമയത്ത് കോളർ ഉയർത്തിയ സ്റ്റൈലായിട്ട് വരുമല്ലേ? ഞാൻ അങ്ങനെ വരാറുണ്ട്. കാരണം നമ്മുടെ പബ്ലിക്കിന് ഈ കാലത്ത് പബ്ലിക്ക് ഇത് നന്നായിട്ടുണ്ടെന്ന് പറയും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മുറാദാബാദിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ കുർത്ത പൈജാമ ഇട്ട സമയത്ത് ജനങ്ങൾ എന്നോട് പറഞ്ഞത്, അസർ ഭായി നിങ്ങൾ ഇതിടണ്ട, ടീഷർട്ടും ജീൻസും ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞത്. ഇവിടെ പാർലമെന്റ് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുർത്തയും പൈജാമയും നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞു. അതായത് കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് താങ്കൾ എന്ത് വസ്ത്രം ധരിച്ചാലും നന്നായി. വേണമെങ്കിൽ അങ്ങനെയും പറയാം. ഇത് അവരോടാണ് ചോദിക്കേണ്ടത്. താങ്കളുടെ ക്രിക്കറ്റ് റെക്കോർഡ് ഞാൻ കണ്ടു. അത് വളരെ മനോഹരമാണ്. താങ്കളുടെ ക്യാപ്റ്റൻഷിപ്പിൽ ധാരാളം മാച്ചുകൾ ജയിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് ഒരു റെക്കോർഡും ഇല്ല. 15 ദിവസം മുമ്പ് പാർട്ടി ടിക്കറ്റ് വാങ്ങിച്ച് അതിനുശേഷം ഇലക്ഷനിൽ താങ്കൾ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഇപ്പോ റെക്കോർഡെന്ന് പറയുന്നത് അത് സാവധാനം വരുന്നതാണ്. പൊളിറ്റിക്സിൽ ഞാൻ ഇപ്പോഴാണ് വന്നത്. ഇതിനു മുമ്പ് ക്രിക്കറ്റിൽ ടെസ്റ്റ് മാച്ച് കളിക്കുമ്പോൾ എന്റെ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിരുന്നില്ല. ഇപ്പോൾ പൊളിറ്റിക്സിൽ വന്നപ്പോൾ ഞാൻ തീർത്തും ഒരു പുതിയ ഒരാളാണ്. ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 14ാമത്തെ ദിവസമാണ്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാ അവിടുത്തെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ്. ആ സമയത്ത് ഇതേ ചോദ്യം എന്നോട് ചോദിക്കും. പക്ഷേ ക്രിക്കറ്റിൽ താങ്കളുടെ കയ്യിൽ ഒന്നിൽ ബോൾ കാണും, അല്ലെങ്കിൽ ബാറ്റ് കാണും. താങ്കൾക്കറിയാം ഫീൽഡേഴ്സ് എവിടെയൊക്കെ കാണുമെന്ന്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇതൊന്നും കാണാൻ സാധിക്കില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഉള്ളത്. അല്ല, എനിക്ക് അത്യാവശ്യം ഭാഗ്യമുണ്ടായിരുന്നു. അത് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോൾ 5 പേരാണ് എന്നെ സെലക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ എന്നെ ഇലക്ട് ചെയ്ത് സെലക്ട് ചെയ്തു. സോ ഞാൻ വിചാരിക്കുന്നത് അവരെന്നെ സെലക്ട് ചെയ്തുകൊണ്ട് അവരെന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതുപോലെ ഞാനും അവരെ ഹെൽപ്പ് ചെയ്യും. മൊറാദാബാദിനും താങ്കൾക്ക് ഒരു ബന്ധവുമില്ല. താങ്കൾ ഹൈദരാബാദിലുള്ളതുകൊണ്ട് അതിലും ബാധുണ്ട്, ഇവിടെയും ബാധുള്ളതുകൊണ്ടാണോ താങ്കൾ അങ്ങോട്ട് പോയത്? അല്ല, അത് തമ്മിൽ ബന്ധമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 350 വർഷം മുമ്പ് ഹൈദരാബാദിൽ ഒരു റിസ്തം ഖാൻ എന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു. അദ്ദേഹമാണ് മുറാദാബാദ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എന്ത് പണിയാണ് വിട്ടിട്ട് പോയത്. അതിനുശേഷം 350 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പണിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അതെ, ഇത് യഥാർത്ഥമായിട്ടുള്ള ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ പറയുന്നതിൽ കള്ളമൊന്നുമില്ല. പക്ഷേ 350 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യം താങ്കൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. മറിഞ്ഞുപോയ ആൾക്കാർ നമുക്ക് ഉയർപ്പിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുന്നു. പക്ഷേ ഇത് സത്യമാണോ? ഇലക്ഷനിൽ താങ്കൾക്ക് സീറ്റ് നൽകുമ്പോൾ താങ്കൾ പല സ്ഥലങ്ങളും ശ്രമിച്ചു നോക്കി. ആദ്യം സെക്കന്ദരാബാദിൽ നോക്കി, പിന്നെ രാജസ്ഥാനിലുള്ള സ്ഥലത്ത് നോക്കി, പിന്നെ ഉത്തർപ്രദേശിലേക്ക് പോയി, പിന്നെ മുറാദാബാദിൽ സീറ്റ് കാലിയായതുകൊണ്ടാണോ അവിടേക്ക് പോയത്? അല്ല, എനിക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മാഡത്തിനെ കണ്ടപ്പോൾ ശരിക്കും ക്യാമ്പയിൻ മാത്രം ചെയ്യാന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ വെച്ച് റിത്ത മാഡത്തിനെ കണ്ടു. മാഡം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാഡം എന്നെ കണ്ടപ്പോൾ UP-യിലെ മുറാദാബാദിൽ നിന്ന് മത്സരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഇലക്ഷനൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഇലക്ഷനിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാഹചര്യം എന്നെ മത്സരിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഭാഗ്യം ചെയ്തവനാണെന്ന്. അവിടെ ചെന്നപ്പോൾ ആളുകൾ, അതായത് ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ ആളുകൾ എന്നോട് സ്നേഹം കാണിക്കുകയായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ അവരെന്നെ സ്വാഗതം ചെയ്തു. ഏത് സ്ഥലത്താണോ താങ്കളുടെ പേര് നിർദ്ദേശിച്ചത് ആ സ്ഥലത്ത് കൂടുതൽ താമസിച്ചിരുന്നത് മുസ്ലിം ജനങ്ങളല്ലേ? അതെ. ഒരുപക്ഷെ മുറാദാബാദിൽ അതുകൊണ്ടാണോ താങ്കൾക്ക് കൂടുതൽ വോട്ട് ലഭിച്ചത്? മുസ്ലിങ്ങൾ എല്ലാവരും ചേർന്ന് താങ്കൾക്ക് വോട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഒരുപക്ഷെ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ എനിക്ക് 60,000 മുതൽ 70,000 വരെ വോട്ട് കിട്ടിയത് ഹിന്ദുക്കളുടേതാണ്. ഞാനപ്പോൾ കരുതിയത് അവിടെ ഫസ്റ്റ് ടൈം സെക്യുലർ ടൈപ്പ് ഇലക്ഷൻ ആണ് നടന്നതെന്ന്. ഇത് ആദ്യമായിട്ട് നടക്കുന്നതായിരുന്നു. അത് അവിടെയുള്ള ജനങ്ങളാണ് പറഞ്ഞത്. അതായത് ഇതിനു മുൻപുള്ള എംപിമാരൊക്കെ വലിയ താടി വെച്ചവരായിരുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ളവരായിരുന്നു അവിടെ എംപിമാരായിരുന്നത്. ഇപ്പോ ട്രെൻഡ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് സർ. ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. യങ്സ്റ്റേഴ്സൊക്കെ ഇപ്പൊ ഇതാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ മുറാദാബാദിലുള്ള ജനങ്ങൾക്ക് താങ്കൾ പല വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട്. സർ, ഈ വാഗ്ദാനം എന്ന് പറയുമ്പോൾ ഞാൻ മുറാദാബാദിൽ പോകുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ മുറാദാബാദിലെ പീത്തൽ നഗരി എന്നൊരു സ്ഥലമുണ്ട്. മനോഹരമായ സിറ്റിയാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുന്നതെന്നും പറയുന്നു. ഞാൻ ശരിക്കും കരുതിയത് ഭയങ്കര ഡെവലപ്മെന്റ് ആയെന്നാണ്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ ഒരു ഡെവലപ്മെന്റും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. യു പിയിൽ ഞാൻ നല്ല ക്യാമ്പയിൻ നടത്തി. അതിനുശേഷം ഞാൻ പല സ്ഥലത്ത് നിന്നപ്പോഴും അവിടെയും യാതൊരുവിധ ഡെവലപ്മെന്റും ഉണ്ടായിരുന്നില്ല. ഇന്നും ആ നാട് വളരെ പിന്നോക്കമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് താങ്കൾ ഓരോ ഗ്രാമങ്ങളിലും പോയത് ഇത് ആദ്യത്തെ പ്രാവശ്യം? അല്ല, അവിടെ പോവർട്ടി വളരെയധികം കൂടുതലായിരുന്നു. ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല സ്കൂളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. ക്യാമ്പയിനിങ് നടക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ വെറുതെ നടക്കുകയായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ജോലിയില്ലാതെ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഈ പിള്ളേരെ കാണാൻ വളരെ നല്ല കുട്ടികളാണല്ലോ. അവരുടെ ടാലന്റ് ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ, പഠിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരും ജീവിതത്തിൽ മുന്നേറുമല്ലോ. അതൊരു നല്ല കാര്യമല്ലേ? എല്ലാ കുട്ടികൾക്കും നല്ലപോലെ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ മുന്നേറാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ അവരുടെ ഹെൽത്തും ശരിയല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കില്ല. കാരണം ഞാൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് 2-3 സ്ത്രീകൾ അവർ പറഞ്ഞത് അവർ ഏകദേശം 70-72 വയസ്സുള്ള ആൾക്കാരായിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെയായിട്ടും കറണ്ട് കണ്ടിട്ടേ ഇല്ല എന്നാണ്. ഇന്ന് ഞങ്ങൾക്ക് വയസ്സ് 70-75 ആകുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇന്ത്യ വളരെയധികം മുന്നേറിയിരിക്കുന്നു. ഇത് 21st സെഞ്ച്വറിയാണ്. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഗ്രാമത്തിലും ചെറിയ ചെറിയ ഏരിയയിലും ഇലക്ട്രിസിറ്റി ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ഇരിക്കാൻ പറ്റുമോ? പ്രോഗ്രാമും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ കറുപ്പായിട്ട് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ താങ്കൾ വാഗ്ദാനം ചെയ്തതുപോലെ എല്ലാ നേതാക്കന്മാരും വാഗ്ദാനം ചെയ്യാറുണ്ട്. ആര് ഇലക്ഷനിൽ നിന്നാലും പറയാറുള്ളത് നിങ്ങൾക്ക് വൈദ്യുതി തരാം, നിങ്ങൾക്ക് ജലം തരാം, നിങ്ങൾക്ക് സീവർ തരാം, നിങ്ങൾക്ക് സ്കൂള് തരാം, നല്ല ഹോസ്പിറ്റലുകൾ കെട്ടിത്തരാം, അതുപോലൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കേൾക്കാറുണ്ട്. നിങ്ങളും അതുപോലെ വാഗ്ദാനങ്ങൾ നൽകുകയാണ്. പക്ഷെ അതൊക്കെ നിറവേറ്റുക. ഞാൻ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ഞാനൊരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു നേതാവാണ്. കാരണം ഞാനൊരു പ്ലെയർ ആണ്. എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. ഞാൻ എന്റെ ചെറുപ്പകാലത്ത് കളിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. കളിക്കുന്ന അത്ര ഈസിയായ കാര്യമല്ല. ആ സമയത്ത് എനിക്ക് ഗ്രൗണ്ടിലേക്ക് പോകണമെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ നടന്നായിരുന്നു പോകേണ്ടത്. എന്നാൽ മാത്രമേ ഗ്രൗണ്ടിലെത്താൻ പറ്റൂ. അതിലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. 5 കിലോമീറ്റർ നടന്നായിരുന്നു വരേണ്ടത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇന്ത്യ ഒരുപാട് മുന്നേറി കഴിഞ്ഞു. ഈ കുട്ടികൾക്ക്, അതായത് എന്റെ കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ഈ കാലത്ത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വളരെ നന്നായിട്ടുണ്ടെന്നാണ്. കുട്ടികൾക്കെല്ലാവരുടെയും ബൈക്കുകളുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് സൈക്കിൾ പോലൊരു സ്വപ്നമായിരുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു നേതാവാണ് അസറുദ്ദീൻ എന്നാണോ? വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുമെന്ന്? ഇൻഷാ അല്ലാഹ് ഞാൻ പരിപൂർണമായി ശ്രമിക്കും. കാരണം ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ജനങ്ങൾ എന്നെ അവരുടെ ഇഷ്ടം കൊണ്ട് തെരഞ്ഞെടുത്തതാണ്. മുറാദാബാദിലെ ജനങ്ങൾ ഇത് കേട്ട് തീർച്ചയായിട്ടും സന്തോഷപ്പെടും. അതിനു മുൻപ് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് അസറുദ്ദീനോട് അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിനെ കുറിച്ച് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങളുണ്ട്. ബ്രേക്കിന് ശേഷം നമുക്ക് വരാം. അസറുദ്ദീൻ സാർ, താങ്കൾ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു കറണ്ട് അഥവാ ബിജിലി നൽകുമെന്ന്. ബിജിലി എന്ന് വെച്ചാൽ താങ്കളുടെ ഭാര്യയുടെ പേരല്ലേ എന്ന് ജനങ്ങൾ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അതൊരു നല്ല കാര്യമല്ലേ? അതായത് ഏത് അസറുദ്ദീനാണോ 156 ക്യാച്ച് ചെയ്തത്, അദ്ദേഹത്തെ സംഗീത ബിജിലാനി ക്യാച്ച് ചെയ്തിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അസറുദ്ദീനോടാണ്. മുഹമ്മദ് അസറുദ്ദീൻ ക്രിക്കറ്റ് മൈതാനത്തിൽ തന്റെ ബൗളിംഗ് ബാറ്റിംഗും കൊണ്ട് കലക്കിയ ഒരു വ്യക്തിയാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം സ്വന്തം ഭാര്യയുടെ വാക്കുകൾ മാത്രമേ കേൾക്കുള്ളൂ എന്നുള്ളതാണ്. അസർ സാർ, താങ്കൾ മൊറാദാബാദിലുള്ള ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നു കറണ്ട് അഥവാ ബിജിലി നൽകുമെന്ന്. പക്ഷെ ജനങ്ങൾ ചോദിച്ചു, ബിജിലി എന്ന് വെച്ചാൽ താങ്കളുടെ ഭാര്യയല്ലേ?
അതിപ്പോ ആക്ച്വലി എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരും എൻ്റെ കൂടെ ഒരുപാട് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ക്യാമ്പയിൻ നടത്തിയത് കൊണ്ട് എൻ്റെ വിജയത്തിൽ അവർക്കും വളരെ നല്ല പങ്കുണ്ട്. അവരും ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ പിന്നെ എവിടെ പോയാലും മിന്നൽ പോലെയാണ് പോകുന്നത്. അതുകൊണ്ട് ബിജിലി വരിക തന്നെ ചെയ്യും. അപ്പൊ ജനങ്ങൾ ഇതാണ് ചോദിക്കുന്നത്, താങ്കളുടെ ജീവിതത്തിൽ ബിജിലി വന്നു കഴിഞ്ഞു. അതെ. പക്ഷേ മൊറാദാബാദിൽ എന്നാണ് ബിജിലി വരുന്നതെന്ന്? വരും, ഉറപ്പായിട്ടും വരും. ഈ 5 വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമവും അതുതന്നെയാണ്. പെട്ടെന്ന് തന്നെ കറണ്ട് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതായത് ഞാൻ MP ആയിരുന്ന സമയത്ത് 10 മുതൽ 12 മണിക്കൂർ വരെ കറണ്ട് ഓഫിലായിരുന്നു. പക്ഷേ ഇപ്പോൾ 6 മണിക്കൂർ നേരമേ കട്ടാകുന്നുള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ ഇത്രയും പണി നടന്നു. ബാക്കി പണികൾ ഉടൻ തന്നെ നടക്കും. പക്ഷേ ഇത് സത്യമാണോ? താങ്കളുടെ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ തുടിപ്പ് താങ്കളുടേതാണ്, പക്ഷേ അത് നിയന്ത്രിക്കുന്നത് സംഗീത മേഡമാണെന്ന്. അങ്ങനെയല്ല, ഞാൻ ഉറപ്പായിട്ടും അവരുടെ വാക്ക് കേൾക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും ഞാൻ അവരുടെ വാക്ക് കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ പതിവ്. നിങ്ങൾ റിവേഴ്സാണ് പറയുന്നത്. അവളുടെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു, അവളുടെ വാക്ക് കേൾക്കില്ല എന്നാണ് കംപ്ലൈന്റ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പബ്ലിക്കിനോട് തന്നെ പറയൂ, താങ്കളുടെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുമോ? ഇല്ല, ഞാൻ കേൾക്കില്ല എന്ന് പറയുന്നില്ല. കേൾക്കേണ്ട വാക്കാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കേൾക്കും. അതുപോലെ ആർഗ്യുമെന്റുകളുടെ കാര്യത്തിൽ ഞങ്ങൾ വാദിക്കുകയും ചെയ്യും, അത് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ആർഗ്യുമെന്റ് നടക്കുമോ? ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ അവസാനം താങ്കൾ സറണ്ടർ ആവും. അതറിയാവുന്ന കാര്യമല്ലേ. പെണ്ണിന്റെ മുന്നിൽ ആണുങ്ങൾ എപ്പോഴും സറണ്ടർ ആവണം, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. താങ്കളുടെ ബാല്യകാല സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ബാല്യകാലത്ത് താങ്കൾ സൈക്കിൾ ഓടിക്കുമായിരുന്നു. അതെ. അവർ പറയുന്നത് അസറുദ്ദീൻ വളരെ സിമ്പിളാണ്. അസറുദ്ദീന് അറിയാവുന്ന ഒന്നേ ക്രിക്കറ്റ് ഗ്രൗണ്ട്, നമാസ്, പിന്നെ വീട്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ ദാ സിമ്പിളായിട്ട് നിങ്ങളുടെ എല്ലാവരും മുന്നിൽ വന്നിരിക്കുകയല്ലേ. അല്ല, അവര് പറഞ്ഞത് എന്റെ നേച്ചറിൽ ഇതുവരെയായിട്ട് ഒരു ചേഞ്ചസും ഉണ്ടായിട്ടില്ല. എന്റെ ഫ്രണ്ട്സൊക്കെ നേരത്തെ നിങ്ങൾ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് പറയാറുണ്ട്. പക്ഷെ അവര് പറഞ്ഞത് സംഗീത താങ്കളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം താങ്കളുടെ സ്റ്റൈല് തന്നെ മാറിയെന്നാണ്. അതായത് താങ്കളുടെ ഫാഷൻ മാറി, അതുപോലെ തന്നെ താങ്കളുടെ ഡ്രസ്സിങ്ങിന്റെ സെൻസ് തന്നെ മാറിയിരിക്കുന്നു, താങ്കളുടെ ലുക്ക് തന്നെ മാറിയിരിക്കുന്നു. അതായത് കാര്യമില്ലേ, ഞാൻ എങ്ങനെയാണ് ഹീറോ ആവുന്നത്? ഹീറോ ആയിരുന്നെങ്കിൽ ഞാൻ പടത്തിലുണ്ടാവുമായിരുന്നില്ലേ? ഞാനൊരു ഹീറോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫിലിമിൽ അഭിനയിച്ചേനെ. പക്ഷേ ഞാൻ അവരിൽ നിന്നൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ആക്ടേഴ്സിനൊക്കെ അവരുടേതായ സ്വന്തമായ ഡിസൈനേഴ്സ് ഉണ്ടാകും. അവർക്ക് എപ്പോഴും എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തത് എന്ന് നല്ലപോലെ അറിയാം. സോ അവരുടെ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് അവരെന്താണ് പഠിപ്പിച്ചു തന്നത്? അവരെന്നെ പഠിപ്പിച്ചു തന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സ്റ്റൈൽ എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ധരിക്കുന്ന രീതികളെ പറ്റി, അതുപോലെ അവരും എന്നിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പലതും പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. താങ്കൾ എന്താണ് പഠിപ്പിച്ചു കൊടുത്തത്? അവരെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും ഒരു സില്ലി പോയിന്റിലായിരിക്കും ഉണ്ടാവുക. അതെന്റെ ഒരു പോളിസിയാണ്. ഞാൻ എപ്പോഴും സില്ലി പോയിന്റിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, ഇതുപോലെ. പക്ഷേ ഇത് സത്യമാണോ? അവർ വന്നതിന് ശേഷമാണ് താങ്കളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഏർപ്പെട്ടത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ വളരെ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ക്രിക്കറ്റ് കളിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. ക്രിക്കറ്റ് വളരെയധികം മുന്നേറി കഴിഞ്ഞു. TV-യിലൊക്കെ ക്രിക്കറ്റ് കാണിച്ചു തുടങ്ങിയിരുന്നു. അതായത് 93-94 ശേഷം TV-യിൽ ഒരുപാട് ഗെയിം വരാൻ തുടങ്ങി. ഇന്ത്യൻ ടീമിന് ഒരുപാട് ചാനലുണ്ടായി. അങ്ങനെ ഒരുപാട് ചാനലുകൾ വന്നതുകൊണ്ട് ക്രിക്കറ്റ് ടീമിന് നല്ല ഡെവലപ്മെന്റും ഉണ്ടായി. അങ്ങനെ അത് പോപ്പുലറായി മാറുകയായിരുന്നു. ജനങ്ങളൊക്കെ TV-യിൽ ഇത് കാണാൻ തുടങ്ങി. ഇത് സത്യമാണോ? താങ്കൾ കുറച്ച് ഷൈ ടൈപ്പാണ്, അതായത് ജനങ്ങളെ വളരെ കുറച്ച് മാത്രമേ മീറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ അതിനുശേഷം ധാരാളം ജനങ്ങളെ കാണാൻ തുടങ്ങി. ഞാനിപ്പോഴും ഷൈ തന്നെയാണ്. കുറച്ചാൾക്കാരെ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട്സ് പോലും വളരെ കുറച്ചേ ഉള്ളൂ. അവരെ മാത്രമേ ഞാൻ കാണുകയും ചെയ്യാറുള്ളൂ. കാരണം കളിക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. ഗ്രൗണ്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഫംഗ്ഷൻ, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. താങ്കൾ ഒരു ഫിലിം സ്റ്റാറിനെ കല്യാണം കഴിക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞാനന്ന് ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട്, മോനെ നീ കടയിൽ പോയിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധനം മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് പോയി. ആ സമയത്ത് മുത്തച്ഛൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. സിനിമ കാണാനുള്ള അനുവാദമൊന്നും എനിക്കുണ്ടായിരുന്നില്ല, അനുവാദമില്ലായിരുന്നു. ആ സമയത്താണ് ഷോലെ പിക്ചർ ഗ്രാമത്തിൽ റിലീസായത്. അപ്പോൾ ഒരു ഡയലോഗ് കേട്ടു. ഞാനത് അവിടെ തന്നെ നിന്ന് കേട്ടു. അപ്പോൾ അമ്മ അവൻ പോയിട്ട് ഒരുപാട് നേരമായി എന്ന് പറഞ്ഞ് വേലക്കാരനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ തീരെ ചെറുപ്പമായിരുന്നു. അപ്പോൾ വേലക്കാരൻ എൻ്റെ മുന്നിൽ കൂടെ തന്നെ കടന്നുപോയി. ഞാൻ പക്ഷെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അയാൾ എന്തിനാ വന്നെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല തല്ല് കിട്ടി. സോ ആ സമയത്ത് ഇതുപോലൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അമ്മ താങ്കൾ സിനിമ കണ്ടതുകൊണ്ട് അടിച്ചു, പക്ഷെ താങ്കൾ ഒരു സിനിമ ആർട്ടിസ്റ്റിനെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വേണമെങ്കിൽ അങ്ങനെയും പറയാം. അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ സംഗീത മേഡത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിലവർ പറയുന്നു, ഫസ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു ആഡ് ഫിലിം ചെയ്യുകയായിരുന്നെന്ന്. അപ്പോൾ യാതൊരു വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പോ സ്നേഹമോ ഒന്നും ഇല്ലായിരുന്നെന്നാണ്.
ആ സമയത്ത് ഞാൻ വളരെ യങ് ആണ്, വളരെ ഷൈയും ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ശരിക്കും നാണിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവർ പറയുന്നു അതിനുശേഷം കുറച്ചായിട്ട് ന്യൂസ് പേപ്പറിൽ താങ്കളെക്കുറിച്ച് വരാൻ തുടങ്ങി. അതായത് അസറുദ്ദീനും സംഗീതയ്ക്കുള്ളിൽ എന്തോ റൊമാൻസ് ഉണ്ടെന്ന്. അതിനുശേഷമാണോ ഇത് സ്റ്റാർട്ട് ചെയ്തത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ സമയത്ത് മീഡിയയാണ് എനിക്ക് ശരിക്കും ഹെൽപ്പ് ചെയ്തത്. അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് മനസ്സിൽ കുറച്ചുണ്ടായിരുന്നു, ബാക്കിയുള്ളത് അതെ, മീഡിയയാണ് അവർ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. തുടങ്ങിയത്. ജനങ്ങൾക്ക് അസറുദ്ദീൻ സാറിനോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. യാ, താങ്കൾ. അസറുദ്ദീൻ സർ, താങ്കൾ സംഗീത മാഡത്തിനെ ലവ് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രേമിക്കുന്ന സമയത്ത് താങ്കൾക്ക് കളിയിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു അല്ലേ? ഉറപ്പായിട്ടും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾ ആ റെക്കോർഡ് ഒന്നുകൂടി ഇട്ട് നോക്ക്. നല്ല സ്ട്രാറ്റജി ഉണ്ടാകും. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ സമയത്ത് എത്ര സ്കോർ എടുത്തിട്ടുണ്ട്, എത്ര ഹൺഡ്രഡ്സ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതിനുശേഷം ഞാൻ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഞാൻ 96, 97 മാറുകയായിരുന്നു. പിന്നീടും 2 വർഷം ഞാൻ ക്യാപ്റ്റൻ ആയിരുന്നു. ആ സമയത്ത് ഞാൻ 8-10 ടൂർണമെന്റ് ജയിക്കുകയും ചെയ്തു. പക്ഷെ എനിക്ക് ആകെയുള്ള വിഷമം, ഞാൻ ഒരു വേൾഡ് കപ്പ് എടുത്തില്ല. അതിന്റെ ഒരു വിഷമം ഉണ്ട്. ക്രിക്കറ്റ് ലൈഫിൽ എന്റെ വിഷമം അത് തന്നെയാണ്. താങ്കൾ ഞങ്ങളുടെ മനസ്സിലും അതായത് ജയിച്ചിരിക്കുകയാണ്. ഇല്ല, എന്റെ അടുത്തൊരു വ്യക്തി പറഞ്ഞു, ഏത് അസറുദ്ദീനാണോ 156 ക്യാച്ച് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടിയത്, ആ അസറുദ്ദീനെ സംഗീത ബിജലാനി ക്യാച്ച് ചെയ്തെന്ന്. അത് സത്യമാണ്. താങ്കളെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനൊരു കാര്യം മനസ്സിലാക്കി, താങ്കൾക്ക് പഴയ പാട്ടുകളാണ് ഇഷ്ടം, അതായത് ദുഃഖകരമായ പാട്ടുകളാണ് താങ്കൾക്ക് ഇഷ്ടം. അത് സത്യമാണ്. കാരണം ഇതിനു മുമ്പ് പാട്ടുകളിലൊക്കെ ഒരുപാട് മീനിങ്ങുകൾ ഉണ്ടായിരുന്നു. ഇപ്പോ മീനിങ്ങുകളില്ലല്ലോ. നേരത്തെയൊക്കെ ചെറിയ ചെറിയ ടേപ്പ് റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അത് കേട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. അതിങ്ങനെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പാട്ടുകളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ സംഗീത മാഡത്തിന് അങ്ങനെയുള്ള പാട്ടുകളൊന്നും ഇഷ്ടമല്ല. ഇല്ല, ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനും അങ്ങനെയുള്ള പാട്ടുകളൊന്നും കേൾക്കാറുമില്ല. ഇപ്പൊ താങ്കൾ മാഡത്തിന് ഇഷ്ടമുള്ള പാട്ടുകളാണോ ഇടുന്നത്, അതോ താങ്കൾക്ക് ഇഷ്ടമുള്ള? ഇപ്പോൾ ഞാനങ്ങനെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ പിന്നെ പാട്ടുകളൊന്നും കേൾക്കാറില്ല. ഇപ്പൊ എന്റെ തലച്ചോറിലുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കുന്നത് അത് തന്നെയാണ്. എനിക്കതാണ് ചെയ്യേണ്ടതും. താങ്കൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും കടന്നു വന്നിരിക്കുകയാണ്. താങ്കൾ ഒരു സമയത്ത് ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെറും 800 രൂപയായിരുന്നു താങ്കൾക്ക് ശമ്പളം. ആ സമയത്ത് താങ്കൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, സൈക്കിളിൽ യാത്ര ചെയ്യുമായിരുന്നു. ആ സുഹൃത്തുക്കളെയൊക്കെ താങ്കൾ ഇപ്പോഴും നേരിട്ട് മീറ്റ് ചെയ്യാറുണ്ടോ? കാണാറുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഹൈദരാബാദ് പോകുന്നു അപ്പോഴൊക്കെ പഴയ സുഹൃത്തുക്കളെ കാണാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ വിദേശത്തേക്ക് പോയി, ചില ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. സോ അവരെ കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവരോടൊപ്പം ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് മാച്ചുകൾ അവരോടൊപ്പം കളിച്ചിട്ടുണ്ട്. അവരിലൊരാൾ എന്നോടൊപ്പം ക്യാമ്പയിനിങ്ങിനും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പവൻ. വീട്ടിൽ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞോ, അതോ ക്രിക്കറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞോ? ഇല്ല, വീട്ടിൽ എന്നെ അങ്ങനെ ആരും തടഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ നല്ല ക്രിക്കറ്റ് കളിക്കാരനായതുകൊണ്ട് നല്ലപോലെ എൻകറേജ് ചെയ്യുമായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ നിസാം കോളേജിൽ കളിക്കുന്ന സമയത്ത് അച്ഛൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആ വഴിയാണ് പോകാറുള്ളത്. അച്ഛൻ ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ കളിക്കുന്നതാണ് കാണാറുണ്ടായിരുന്നത്. അവിടെ ഞങ്ങളുടെ നിസാം കോളേജിലെ ബാറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഇറങ്ങി കാണാറുണ്ടായിരുന്നു. ഏകദേശം പകുതി മാച്ചോളം അച്ഛൻ കണ്ടിട്ടാണ് പോകാറുള്ളത് ഓഫീസിൽ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് മാച്ച് കാണാറുണ്ടായിരുന്നു. സോ താങ്കൾക്ക് എങ്ങനെ എൻകറേജ് കിട്ടിയോ അതുപോലെ തന്നെ താങ്കൾ താങ്കളുടെ മക്കൾക്ക് ഉറപ്പായിട്ടും എൻകറേജ് ചെയ്യും. പക്ഷേ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കൂ എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ ഞാൻ കളിച്ചുകൊണ്ടാണെന്ന് കരുതണ്ട. അച്ഛൻ കളിച്ചതുകൊണ്ട് ഞാനും കളിക്കുന്നു എന്ന് ചിന്തിക്കരുതെന്ന് ഞാൻ പറയാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലപോലെ കളിക്കാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളിച്ചോളൂ. ഇപ്പോൾ എൻ്റെ 2 കുട്ടികളും കളിക്കുന്നുണ്ട്. താങ്കളുടെ മക്കൾ കളിക്കുന്നുണ്ട്. അവരുടെ കളിയെക്കുറിച്ച് അവരുടെ ഗെയിം വളരെ ഡിഫറൻ്റ് ആണ്. ഒരാൾ ലെഫ്റ്റ് ഹാൻഡ്, മറ്റൊരാൾ റൈറ്റ് ഹാൻഡ്. മൂത്ത ആൾ ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. എന്നെക്കാളും ചിലപ്പോൾ വലിയൊരു കളിക്കാരനായി മാറാൻ സാധ്യതയുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. താങ്കളുടെ വിശ്വാസം എന്താണ്? അവരും നല്ല ഒരു പ്ലെയേഴ്സായിട്ട് വരുമെന്നാണോ താങ്കൾ? അതവരുടെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. ഹാർഡ് വർക്കും കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സെലക്ട് ആകുകയും ചെയ്യും. അവർക്ക് അതിനുള്ള കോച്ചിങ് താങ്കൾ കൊടുക്കുന്നുണ്ടോ? അതെ, ഞാൻ അവർക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചാളിനുള്ളിൽ താങ്കളുടെ കോച്ചിങ്ങിന്റെ റിസൾട്ട് നമുക്ക് കാണാം. അത് എന്റെ കോച്ചിങ് കറക്റ്റാണ്. റിസൾട്ട് തരുന്നത് അവരാണ്. എനിക്ക് അവർക്ക് വേണ്ടി കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ അവരിപ്പോ നല്ലപോലെ പഠിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. രജിത് സാറിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? രജിതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, രജിതങ്ങൾ ഇപ്പോൾ നല്ല ഫിറ്റാണ്. പക്ഷെ ഞാൻ നല്ല തടി വെച്ചു. എന്റെ വെയിറ്റ് കൂടിയിരിക്കുന്നു. പക്ഷേ രജിതങ്ങൾ ഇപ്പോഴും നല്ല സ്ലിമായിട്ട് തന്നെയാണ് ഉള്ളത്. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഒരു കാര്യം താങ്കളോട് ചോദിച്ച് മനസ്സിലാക്കണം. താങ്കളുടെ ഈ ഫിറ്റ്നസ്, താങ്കളുടെ മുഖത്തിന്റെ ഈ പ്രകാശം, ഈ ബ്രൈറ്റ്നസ്, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഭയങ്കര കൺട്രോൾഡ് ആണ്. എൻ്റെ ഫുഡൊക്കെ ഞാൻ വളരെയധികം കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്. അതുപോലെ ഞാൻ നല്ല ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെയുള്ള പല ആൾക്കാർക്കും അത് അറിയില്ല. ഞാനൊരു ദിവസം ഒരു 100 മീറ്ററൊക്കെ ഓടും.
എൻ്റെ 100 മീറ്ററിന്റെ ടൈം നോക്കുകയാണെങ്കിൽ 11:05 to 11:06 സെക്കൻഡിനുള്ളിൽ ഒരു 100 മീറ്റർ ഒക്കെ ഫിനിഷ് ചെയ്യും. ഈ കാര്യം പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ എനിക്ക് നാച്ചുറൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും എൻ്റെ ഈ ഫിറ്റ്നസ് ഇങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇന്നുവരെയായിട്ടും എനിക്ക് കൈക്കോ കാലിനോ മുട്ടിനോ വേദനയൊന്നും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബാക്ക് പെയിൻ മാത്രം ഉണ്ടാകും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ തന്നെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. ആളുകൾ ഫിറ്റ്നസിനെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ 10-15 ദിവസം ചെയ്യും, അതിനുശേഷം ഫിറ്റ് ആകും എന്നൊക്കെയാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ലൈഫ് ടൈം ഹാബിറ്റ് ആയിരിക്കണം. നിങ്ങൾ ചിലപ്പോൾ ഒരു ദിവസമോ അല്ലെങ്കിൽ കുറച്ച് ദിവസമോ അങ്ങനെ വിട്ട് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഫിറ്റ്നസ് ഈസ് ലൈഫ് ലോങ് ഹാബിറ്റ്സ് എന്ന്. താങ്കൾ ലൈഫ് ലോങ് ഹാബിറ്റ് മാറ്റിയിരിക്കുന്നു. താങ്കളെ ഫിറ്റായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. താങ്കൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പോലും ഗ്രൗണ്ടിൽ വീഴുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലെ പ്ലേയേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർ ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് പലപ്പോഴും പരിക്ക് പറ്റി ഗ്രൗണ്ടിൽ നിന്ന് മാറുന്നു. ഇപ്പോഴൊക്കെ ക്രിക്കറ്റിന്റെ പ്രാധാന്യം വളരെയധികം കൂടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് പ്ലെയർ കുറച്ച് ഇഞ്ചുർഡ് ആണെങ്കിൽ പോലും ആ ഇഞ്ചുറിക്ക് ഒരു 2 ദിവസം റെസ്റ്റ് എടുത്ത് തന്നെ ആ ഇഞ്ചുറി ക്യൂർ ആയിടും. എനിക്ക് തോന്നുന്നത് പ്ലെയർ അൺഫിറ്റ് ആണെങ്കിലും ഇപ്പോൾ കൂടുതൽ മാച്ചൊക്കെ കളിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇഞ്ചുറി പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിചാരിക്കുകയാണ് ഒരുപക്ഷെ കളിക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും വന്ന് കളിക്കും, അതുകൊണ്ട് ഇവർ വീണ്ടും ഫസ്റ്റിൽ തന്നെ തുടങ്ങേണ്ടി വരുമെന്നൊക്കെ. ഇത് തന്നെയാണ് കാരണം. ഒരുപക്ഷെ അവരൊരു നല്ല പ്ലെയർ ആണെങ്കിൽ, നല്ലപോലെ കളിക്കുമെന്ന് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ടീമിനോട് പറയണം എനിക്ക് ഇഞ്ചുറി ആയിട്ടുണ്ട്, എനിക്ക് ഈ കളി കളിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ടീമിനും ഗുണമുണ്ട്, അതുപോലെ തന്നെ നമുക്കും ഗുണമുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ ഇഞ്ചുർഡ് ആകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം പ്ലെയേഴ്സ് അവർ തന്നെ വേണം ആലോചിക്കാൻ. ഞാനൊരു നല്ല പ്ലെയറാണ്, അതുപോലെ വർഷം മുഴുവൻ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിക്കാനായിട്ട്. അപ്പോൾ അവർ അതിന് അനുസരിച്ചിട്ട് നല്ലപോലെ ട്രെയിനിങ് ഒക്കെ ചെയ്യണം. ട്രെയിനിങ് കൂടിയാലും കുറഞ്ഞു പോയാലും ഇഞ്ചുർഡ് ആകും. ഇപ്പോൾ ഉദാഹരണത്തിന് സഹീർ ഖാൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ അത് ശരിക്കും ഒരു അൺഫോർച്ചുനേറ്റ്ലി നടന്നൊരു സംഭവം തന്നെയാണ്. സഹീർ ഖാൻ വീണു, തോളിൽ നല്ല പരിക്കും പറ്റുകയും ചെയ്തു. അത് നല്ല ആഘാതമുള്ളൊരു വീഴ്ച തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഇഞ്ചുറി നോക്കുകയാണെങ്കിൽ ശരിക്കും പ്ലെയേഴ്സാണ് ഇഞ്ചുറി വരാതെ സ്വയം രക്ഷിച്ച് നിൽക്കേണ്ടത്. ഏത് പ്ലെയറിനെയാണ് താങ്കൾ നല്ല ഫിറ്റാണെന്ന് കരുതുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഗസ്ലോഗിയാണ് നല്ല ഫിറ്റ്. അതുപോലെ ഡേവിഡ് റിച്ചാർഡും നല്ല ഫിറ്റാണ്. പിന്നെ കപിൽ ഭായിയെ നോക്കുകയാണെങ്കിൽ എല്ലാവരെക്കാളും ഭയങ്കര ഫിറ്റാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം വളരെ നല്ല ഫിറ്റാണ്. 94 മാച്ച് കളിക്കുന്ന സമയത്ത് റൺ ഇൻ ബിറ്റ്വീൻ ഓടുന്ന സമയത്ത് അദ്ദേഹം ശരിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈക്വൽ തന്നെ ആയിരുന്നു. അതുപോലെ ഓസ്ട്രേലിയൻ പ്ലെയേഴ്സും വളരെ നല്ല ഫിറ്റാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിലെ കൈഫ് വളരെ നല്ല ഫിറ്റായ ആളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അയാൾക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുന്നില്ല. അത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് തിരിച്ചു വന്ന് അസറുദ്ദീന്റെ മേലുള്ള പല വർഷങ്ങളായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റത്തിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. 9 വർഷങ്ങളായി താങ്കളുടെ മേൽ പല പല കുറ്റങ്ങൾ ചുമത്തുകയാണ്. മാച്ച് ഫിക്സിംഗ് കുറ്റം, അതുപോലെ തന്നെ അണ്ടർവേൾഡ് കുറ്റം. പക്ഷെ അതിനെക്കുറിച്ച് താങ്കളൊന്നും പറയുന്നില്ലല്ലോ. എന്റെ അഭിപ്രായത്തിൽ ആ എൻക്വയറി എന്ന് പറയുന്നത് ഒരു വൺ സൈഡഡ് എൻക്വയറിയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ വിചാരണ നടത്തുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ക്രിക്കറ്റ് ലോകത്തെ ജേതാവായ പുതിയ രാഷ്ട്രീയ നേതാവായ മുഹമ്മദ് അസറുദ്ദീനോടാണ്. ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം. തനിക്കെതിരായി വരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നിശബ്ദനായിരിക്കുന്നു എന്നുള്ളതാണ്. അസറുദ്ദീൻ സർ, താങ്കൾക്കിപ്പോൾ പാർലമെന്റിൽ സംസാരിക്കാൻ ധാരാളം സമയം ലഭിക്കും. 9 വർഷങ്ങളായി താങ്കളുടെ മേൽ പല രീതിയിലുള്ള കുറ്റങ്ങൾ ആരോപിച്ചിരുന്നു. മാച്ച് ഫിക്സിംഗിന്റെ കുറ്റാരോപണം, അതുപോലെ അണ്ടർവേൾഡിന്റെ കുറ്റാരോപണം. പക്ഷെ താങ്കൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. അത് ആക്ച്വലി ഞാനത് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കുറ്റാരോപണം ശരിക്കും സത്യമല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ഏജൻസിയുടെയും കുറ്റാരോപണവും ഇല്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മറുപടിയും പറയേണ്ട ആവശ്യവും ഇല്ല. എന്റെ പേര് കേസിലേക്ക് ഞാനതിന് മറുപടി പറയണം. ഞാൻ ബോർഡിന് അഗൈൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു, അവർ എന്നെ ബാൻ ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചത്. സോ എനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഏജൻസിയുടെ കേസൊന്നുമില്ല, പക്ഷേ അവരെന്നെ ബാൻ. പക്ഷേ താങ്കളെ ക്രിക്കറ്റിൽ നിന്നും ബാൻ ചെയ്തതുകൊണ്ട് താങ്കൾ അത് കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് താങ്കൾ ജനങ്ങളോട് പറയണ്ടേ? അതായത് താങ്കൾ എന്താണ് ചാലഞ്ച് ചെയ്തതെന്ന്? ബോർഡ് എടുത്ത ഡിസിഷൻ, അതായത് എന്റെ നേരെ എടുത്ത കേസ്, അത് റൂൾസ് ഫോളോ ചെയ്യാതെയായിരുന്നു. അതായത് നാച്ചുറൽ ജസ്റ്റിസ് പോലും അവർ ശരിക്കും ഫോളോ ചെയ്തിരുന്നില്ല. എനിക്ക് അവർ അവസരം തന്നില്ല. ആ സമയത്ത് എനിക്കൊരു ലെറ്റർ വന്നു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രൂവ് ചെയ്യേ എന്നായിരുന്നു. സോ എനിക്ക് ലെറ്റർ എഴുതി കൊടുക്കാൻ പറ്റുമോ?
അതെങ്ങനെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? ആൾക്കാരോട് സംസാരിക്കാതെ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ മനസ്സിലാക്കിയത് ആ എൻക്വയറി എന്ന് പറയുന്നത് ഒരു വൺ സൈഡ് ആയിട്ടുള്ള എൻക്വയറിയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. എന്നെ സംബന്ധിച്ച് അതിൽ ധാരാളം പേരുണ്ടായിരുന്നു, അതായത് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അവരെന്താ പറഞ്ഞിരുന്നെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കമർ മുറാറയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞത് താങ്കൾക്കെതിരായിട്ട് ബാറ്റിംഗിൽ മാച്ച് ഫിക്സിംഗ് ചാർജസ് ഉണ്ട്, അത് ശരിയല്ല, ആ ബാൻ തീർച്ചയായിട്ടും റിമൂവ് ചെയ്തേ പറ്റുമെന്ന്. അദ്ദേഹം എഴുതിയ ലെറ്ററെ ബോർഡിലേക്ക് അയച്ചു. എൻക്വയറി സമയത്ത് 3 പേരുണ്ടായിരുന്നു, മിസ്റ്റർ മുത്തയ്യ, പിന്നെ രാം പ്രസാദ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാം പ്രസാദ് സാറ് ഹോസ്പിറ്റലിൽ സുഖമില്ലാതിരിക്കുകയാണ്. അദ്ദേഹം സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന്. എനിക്കറിയില്ല അദ്ദേഹം ആ സമയത്ത് എന്തിനാ അങ്ങനെ ചെയ്തെന്ന്. പക്ഷേ കമൽ മുറാറ തുടക്കത്തിൽ തന്നെ ഒരു ലെറ്റർ എഴുതിയിരുന്നു. നിങ്ങൾ എന്തിനാണ് ധൃതി പിടിച്ച് കേസ് കൊടുത്തത്? നിങ്ങളുടെ സൈഡിൽ നിന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ലെറ്റർ തരൂ, അതിനുശേഷം ചെയ്യുന്നൊക്കെ. ഞാൻ വിചാരിക്കുന്നത് കോർട്ട് കുറച്ച് കൂടുതൽ ധൃതി പിടിച്ചു എന്നാണ്. സോ അത് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ത് നടന്നാലും അത് നല്ലതിനായിരിക്കും നടക്കുന്നത്. കേസിന്റെ ഡിസിഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും സത്യം മനസ്സിലാകുകയും ചെയ്യും. ഒരു കേസ് കോടതി വരികയാണെങ്കിൽ അത് ദീർഘകാലം കാണും. അതെ. പക്ഷേ പബ്ലിക്കിന്റെ അടുത്തുനിന്ന് പല ചോദ്യങ്ങളും വരുന്നുണ്ട്. താങ്കളുടെ കൊളീഗ്സിന്റെ അടുത്തുനിന്ന്, താങ്കളുടെ കൂടെ കളിച്ച മനോജ് പ്രഭാകർ അതുപോലെയുള്ളവരുടെ അടുത്തുനിന്നും അവർ താങ്കൾക്കെതിരായിട്ട് പല രീതിയിലുള്ള കുറ്റങ്ങളും ആരോപിച്ചിരിക്കുകയാണ്. അല്ല, അതിപ്പോ എനിക്ക് മറ്റുള്ളവരുടെ വായിങ്ങനെ മൂടിക്കെട്ടാൻ പറ്റുമോ? അതെനിക്ക് കഴിയാത്ത കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും എഗൈൻസ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ചെയ്തത് എന്താണെന്ന് പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് പോലും ആൾക്കാർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും. തെളിയാത്രത്തോളം അത് സത്യമല്ല. കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുന്നൊന്നുമില്ല. എന്തിനാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? പക്ഷെ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആലോചിച്ചിരുന്നു. തുടക്കത്തിൽ ഒരു 1.5 വർഷം ഞാൻ ശരിക്കും വിഷമിച്ചിരുന്നു. അതിനുശേഷം അത് ശീലമായിപ്പോയി. ഞാനതൊരു ഫെയ്റ്റാന്ന് കരുതി. കാരണം എനിക്ക് ക്ഷമ കുറച്ച് കൂടുതലാണ്. ഏതൊരു മനുഷ്യനാണോ പേഷ്യൻ്റായിട്ട് നിലകൊള്ളുന്നത് അവന് വിജയം ഉറപ്പാണ്. ഇലക്ഷന്റെ സമയത്ത് ഞാൻ കണ്ടിരുന്നു, അതായത് നരേന്ദ്രമോദി മുറാദാബാദിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അദ്ദേഹവും ഈ ചോദ്യമാണ് ചോദിച്ചത്. ഏത് വ്യക്തിയുടെ മേൽ കുറ്റങ്ങൾ ആരോപിക്കുന്നുവോ, ഏത് വ്യക്തി ദേശത്തിനെതിരായി പ്രവർത്തിച്ചുവോ അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമെന്ന്. പബ്ലിക്ക് നല്ലപോലെ ആലോചിച്ചിട്ടല്ലേ വോട്ട് ചെയ്തത്. ഇപ്പോഴുള്ള ജനങ്ങളെ കബളിപ്പിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഒരുപക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പബ്ലിക് ഉറപ്പായിട്ടും എനിക്ക് വോട്ട് ചെയ്യില്ല. കാരണം ജനങ്ങൾക്കറിയാം ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന്. 3 ലക്ഷം വോട്ട് മേടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. ഇതും സത്യം തന്നെയാണ്. പബ്ലിക്കിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും, അല്ലേ? അതെ, അവർക്കറിയാം. താങ്കൾ എന്തെങ്കിലും ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അധ്യക്ഷനായ ശരത് പവാറിനോട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ വലിയ വിജയം എന്ന് പറയുന്നത് 2016 വിജയമായിരുന്നു. ബോർഡ് ക്യാപ്റ്റൻസിനെ ഫെലിസിനേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ എന്നെ കൂടി വിളിച്ചിരുന്നു. ബോർഡ് വിളിച്ചത് കൊണ്ട് ഞാനും ശരിക്കും സന്തോഷവാനായിരുന്നു. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നെങ്കിൽ, അതുപോലെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബോർഡ് എന്നെ വിളിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇവിടെ ബോർഡ് എന്നെ വിളിച്ചു. എല്ലാ ക്യാപ്റ്റൻസിന്റെ മുന്നിൽ വെച്ച് എന്നെ ഫെലിസിനേറ്റ് ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യം തന്നെയായിരുന്നു. അത് അവരുടെ തെറ്റ് അംഗീകരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഒത്തിരി സന്തോഷമുണ്ടാക്കി. ബോർഡ് തന്റെ തെറ്റ് മനസ്സിലാക്കി, പക്ഷേ താങ്കളുടെ മേൽ ചുമതിരുന്ന ബാൻ അവർ നീക്കം ചെയ്തില്ല. അത് കേസ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കേസ് ഇങ്ങനെ കോടതി പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. പക്ഷേ ഈ ബാൻ നീക്കം ചെയ്യണമെന്ന് എല്ലാവരും പറയുകയാണ്. അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് താങ്കളെ പാർലമെന്റിലേക്ക് അയച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ലേ താങ്കൾ, അതുകൊണ്ട്. അല്ല, അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് കോർട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിപ്പോൾ ഈ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല. കോർട്ടിലെ കേസ് നടന്ന് തീരാതെ നമുക്ക് ഒരു അഭിപ്രായം അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതാണ്. താങ്കൾക്കിത് സങ്കടമായിട്ടില്ലേ? താങ്കളുടെ സർവീസസ് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന് ആവശ്യമായിരുന്നു. അതായത് ഒരു കോച്ചായിട്ട് താങ്കൾ വന്നിരുന്ന നന്നായിരുന്നേനെ, അല്ലേ? അതെ, ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായേനെ. എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരു 2 വർഷം കൂടി നന്നായിട്ട് കളിക്കാൻ പറ്റുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ 2000-ൽ ഞാൻ സൂപ്പർ ലീഗിൽ കളിക്കാൻ നല്ല ഫിറ്റായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ഫിറ്റ്നസ്സിൽ നല്ല കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഈ യങ്സ്റ്റേഴ്സ് പോലും 80-90% ചെയ്യാൻ കഴിയും. പക്ഷേ അങ്ങനെ നടക്കുകയില്ല. ഒരുപക്ഷെ ഫ്യൂച്ചറിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്. പ്ലെയേഴ്സൊക്കെ എനിക്ക് ഫോൺ ചെയ്യും. എന്നോട് എന്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന് അഭിപ്രായം പറയുകയും ചെയ്യും. അവർക്ക് സന്തോഷമാകും. താങ്കൾ ഇടയ്ക്ക് ടിപ്സ് നൽകാറുണ്ട്? അപ്പോൾ ടിപ്സ് കൊടുക്കും. ആരാണ് കൂടുതലും ഫോൺ ചെയ്യാറുള്ളത്? ഒരുപാട് ഫോൺ കോൾസ് വരാറുണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് താങ്കൾക്ക് കുറച്ച് സങ്കടമായി. അതായത് 99 ടെസ്റ്റ് കളിച്ചിട്ട് 100 ആക്കാൻ പറ്റിയില്ലെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു റെക്കോർഡ് തന്നെയാണ്. 99 ടെസ്റ്റ് മാച്ച്. ഇക്കാലത്തിൽ ആരും 99-ൽ ഔട്ട് ആവുകയൊന്നുമില്ല. 99 ടെസ്റ്റ് മാച്ച് കളിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 മാച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ അങ്ങ് മാറ്റുകയാണ്, മാറി നിൽക്കാൻ പറയുന്നു. ആ സമയത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് 99. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരി, താങ്കൾ ചോദ്യം ചോദിക്കൂ. സർ, നിങ്ങളെ ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്നും ഇന്റർനാഷണൽ ബോർഡ് തന്നെ നിങ്ങളെ ബാൻ ചെയ്തു.
അതിൽ നിന്ന് എങ്ങനെയാണ് സർ നിങ്ങൾ തിരിച്ചു വന്നത്? അത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു? അല്ല, അതിന്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ബാറ്റും ബോളും കൈകൊണ്ട് തൊടാനേ പാടില്ല. അതായിരുന്നു എഫക്റ്റ് ചെയ്തത്, വേറൊരു എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചത് കുറച്ച് വിഷമം ഉണ്ടാക്കി. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ തെറ്റുകാരനല്ല, പക്ഷേ അങ്ങനെ നടന്നത് എന്റെ തലയിലെടുത്താണ്. അങ്ങനെ സംഭവിച്ചു പോയി. പരമാവധി ഞാൻ ക്ഷമയോടെ തന്നെയിരുന്നു, ശാന്തനായി തന്നെയിരുന്നു. ആ സമയത്ത് ഞാൻ ആരുടെ മേൽ ഒരു കുറ്റവും ചാർത്താനായിട്ട് ശ്രമിച്ചതുമില്ല. എനിക്ക് വേണമെങ്കിലും മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ തന്നെ നേരിട്ടേ മതിയാകൂ. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ജയിച്ചതിന് ശേഷമാണ്. ഇത് സത്യമാണ്. താങ്കളുടെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ധാരാളം സംസാരിച്ചേനെ. ഇപ്പോൾ എനിക്കും ആ ചോദ്യം തന്നെയാണ് ചോദിക്കേണ്ടത്. താങ്കൾ എന്താണ് മിണ്ടാതിരുന്നത്? താങ്കൾ വിചാരിച്ചിരുന്നെങ്കിൽ അവരെയെല്ലാം ഒരു വഴിക്കാക്കാമായിരുന്നില്ലേ? നോക്കൂ, എന്റെ സൈഡിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാകാത്തപ്പോൾ ഞാൻ എന്തിനു മറ്റുള്ളവരെ കുറിച്ച് ഓർക്കണം? ഇപ്പോൾ എനിക്ക് എഗനസ്റ്റായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് എഗനസ്റ്റായിട്ട് പറയുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? വെറുതെ കോൺട്രവേഴ്സി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്റെ ബ്രോട്ടപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു ഡീസന്റ് ആയിട്ടുള്ള ബ്രോട്ടപ്പ് തന്നെയാണ്. സോ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് തീർക്കേണ്ടത്. പക്ഷേ ജനങ്ങൾക്ക് ഇങ്ങനെയും തോന്നാമല്ലോ, അതായത് താങ്കൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് താങ്കൾ തെറ്റുകാരനായിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഞാൻ വിചാരിക്കുന്നത് ആളുകൾ ഇപ്പോഴും ഞാൻ എയർപോർട്ടിൽ പോകുന്ന സമയത്ത് താങ്കൾ ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതെനിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എനിക്ക് ഏത് പ്രായത്തിലും ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. സോ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ ആളുകളോട് നന്ദി പറയുകയാണ്. നോക്കൂ, താങ്കളുടെ റെക്കോർഡ്സിൽ താങ്കളെ ബാൻ ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡ്സ് എല്ലാം വളരെ നല്ലതാണ്. താങ്കൾ നിറയെ മാച്ചുകൾ ജയിച്ചിട്ടുണ്ട്, വൺ ഡേ മാച്ച് ധാരാളം കളിച്ചിട്ടുണ്ട്, ക്യാച്ചുകൾ നിറയെ പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ 3 മാച്ചിൽ തന്നെ 3 സെഞ്ചുറിയാണ് അടിച്ചത്. വണ്ടർഫുൾ റെക്കോർഡ്സ് ആണ്. അങ്ങനെ ഒരു വണ്ടർഫുൾ റെക്കോർഡുള്ള സമയത്താണ് താങ്കളെ അവർ ബാൻ ചെയ്തത്. അതെ, അങ്ങനെ ബാൻ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ താങ്കളുടെ മേൽ മാച്ച് ഫിക്സിംഗ് ചുമത്തപ്പെട്ട സമയത്ത് ആർക്കായാലും ബുദ്ധിമുട്ട് കാണും. ലോകത്തോട് സത്യം വിളിച്ചു പറയാൻ തോന്നില്ലേ ആ സമയത്ത്? സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. എന്താ നടന്നതെന്നും അവർക്കറിയാം. പുറത്തുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും എന്നെക്കുറിച്ച് എൻക്വയറി നടക്കുകയും ചെയ്തു. അപ്പോൾ നടത്തിയ എൻക്വയറിയിൽ എൻ്റെ പേരുണ്ടായിരുന്നില്ല. കുറച്ച് ഹ്യൂമൻ ക്രൈ കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ മീഡിയയുടെ പ്രഷറും വളരെയധികം ഉണ്ടായിരുന്നു. അതുപോലെ ബോർഡ് പ്രസിഡന്റിന്റെ മനസ്സിൽ എന്താ ഉണ്ടായിരുന്നെന്നും എനിക്കറിയില്ല. താങ്കൾക്ക് ഇതൊക്കെ അത്യാവശ്യമായിട്ട് തോന്നിയില്ലേ, എന്തെങ്കിലും മീഡിയയോട് ഇതൊക്കെ പറയണമെന്ന്? ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഞാൻ മുത്തയ്യ സാറിനെ കണ്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പ്രഷർ വളരെ കുറച്ച് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നതെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ എന്തെങ്കിലും ജനങ്ങളോടും മീഡിയസിനോടും ഇതൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചു? അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം ജനങ്ങൾക്ക് മീഡിയയ്ക്ക് അറിയാം ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം അസറുദ്ദീനോട് ഇന്ത്യൻ ക്രിക്കറ്റിനെ കുറിച്ച് നമുക്ക് വീണ്ടും ചോദിക്കാം. ഇപ്പോൾ ഒരു ബ്രേക്ക്. താങ്കൾ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്താണ് നവജോത് സിംഗ് സിദ്ധുവിനെ താങ്കൾ ചെവിക്ക് പിടിച്ച് പുറത്തു കളഞ്ഞത്. ഇല്ല, ആ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുമില്ല. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നുമില്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് അസറുദ്ദീനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മുഹമ്മദ് അസറുദ്ദീന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ക്രിക്കറ്റിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അസർ സാർ, താങ്കളുടെ ഫിറ്റ്നസ് ശ്രദ്ധയിലെത്തി, അതുപോലെ ലോകസഭയിലെ മെമ്പറുമായി. പക്ഷേ താങ്കളുടെ ക്രിക്കറ്റ് സുഹൃത്തുക്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ താങ്കൾ ക്രിക്കറ്റിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷേ എന്നെ ബാൻ ചെയ്തതിനു ശേഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോൾ എവിടെ പോയാലും, എന്നെ എവിടെ വിളിച്ചാലും ഞാൻ അവിടെ പോയിട്ട് ഹെൽപ്പ് ചെയ്യും. 2-3 വർഷത്തിന് മുമ്പ് ഹൈദരാബാദിൽ ഞാൻ തന്നെ പോയി അവിടെ നെറ്റ്സിൽ ബാറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു, ഫീൽഡ് ചെയ്തും കാണിച്ചു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഒരു കുറ്റാരോപണമാണ്. പക്ഷേ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാൻ പറ്റിയില്ല, കാരണം അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നു. എന്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ചില സാഹചര്യങ്ങളിൽ താങ്കൾക്ക് കമന്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് സൗരവ് ഗാംഗുലിയെ ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹവും പ്രതീക്ഷിച്ചു കാണും അസറുദ്ദീൻ തനിക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കുമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ മാറ്റുന്ന സമയത്ത് ഞാൻ കമന്റ് ചെയ്തിരുന്നു. വളരെ നല്ല ക്യാപ്റ്റൻ ആയിരുന്നു. അതുപോലെ എൻ്റെ റെക്കോർഡ് ബീറ്റ് ചെയ്തതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ലത് പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെയായിരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മാറ്റിയ അത് വളരെ തെറ്റായ ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ത്യനിലായിട്ട് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആളുകൾ പറയുന്നത് ഇദ്ദേഹം മീഡിയയുടെ മുന്നിൽ ഇദ്ദേഹം നേരിട്ട് സംസാരിക്കില്ല, ആളുകളോട് സംസാരിക്കില്ല, ഫോണിൽ മാത്രമേ സംസാരിക്കൂ. എനിക്ക് ഇത്ര മാത്രമേ അറിയൂ. ബാക്കി എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് ഇത്രേ പറയാൻ അറിയൂ. സൗരവിന് സംഭവിച്ചത് ശരിക്കും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. എങ്കിൽ രാഹുൽ ദ്രാവിഡ് സ്വയം ക്യാപ്റ്റൻസി ഒഴിഞ്ഞതാണ്. സോ അദ്ദേഹത്തെ സ്വയം പോയതാണോ അതോ പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയതാണോ? അവിടെ
സർ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും ഒരുപക്ഷെ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ, നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ഉറപ്പായിട്ടും പുറത്തു വരാൻ കഴിയും. ഇപ്പൊ ഞാൻ 92-നെ കുറിച്ച് പറയാം. ഞാൻ എന്നെ സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. അത് 91, 92-ല് ക്യാപ്റ്റൻസിയിൽ ഒരു ഡിഫിക്കൽട്ടായ സ്റ്റേജ്. സോ 92-ലെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ശേഷമുള്ള കളി കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻസി വിട്ടില്ല. ഞാൻ വിചാരിച്ച വിടാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നല്ല പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഒരു ടെസ്റ്റിനും ഒരു വൺ ഡേക്കും അവരെന്നെ ക്യാപ്റ്റനാക്കി. സോ 3 വൺ ഡേയ്സ്, 2 വൺ ഡേക്കും ഒരു ടെസ്റ്റിന് വേണ്ടി അവർ വീണ്ടും എന്നെ ക്യാപ്റ്റനാക്കി. വേണ്ടെന്ന് പറഞ്ഞില്ല, ഞാൻ ക്യാപ്റ്റൻസി വിട്ടു, വീണ്ടും ഞാൻ ഇല്ല എന്നൊന്നും പറയാൻ നിന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും ചെയ്യണം. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ ദ്രാവിഡും ഇത് ചെയ്യേണ്ടതായിരുന്നു. ഇത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ആ സമയത്ത് ഇതുപോലൊരു ചർച്ചയും വന്നിരുന്നു. അതായത് സച്ചിൻ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് താങ്കൾ നന്നായിട്ട് കളിച്ചില്ലെന്ന്, താങ്കൾ മനഃപൂർവ്വം അണ്ടർ പെർഫോം ചെയ്തു എന്ന്. അതൊരിക്കലും സത്യമല്ല. കാരണം നിങ്ങൾ ഇപ്പോൾ ആ സ്ട്രാറ്റജി എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് റൺസ് എടുത്തിട്ടുണ്ട് അവരുടെ ക്യാപ്റ്റൻഷിപ്പില്. മറ്റു പ്ലേയേഴ്സിനെക്കാളും ഒരുപാട് റൺസ് ഞാൻ എടുത്തിട്ടുണ്ട്. മേ ബി 100-150 ഒക്കെ എടുത്തിട്ടുണ്ട്. മറ്റു പ്ലേയേഴ്സിനേക്കാളും വളരെ കൂടുതലാണത്. ടെസ്റ്റ് മാച്ചിലെ എന്റെ റൺ വളരെ കൂടുതലായിരിക്കും എപ്പോഴും. നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ക്യാപ്റ്റൻസിൽ എന്റെ റൺ എപ്പോഴും കൂടുതലായിരിക്കും. പിന്നെ ഒരുപാട് മാച്ചസും ജയിച്ചിട്ടുണ്ട്, നല്ലപോലെ പെർഫോമും ചെയ്തിട്ടുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ എന്തുകൊണ്ടാണ് ക്യാപ്റ്റനാകാൻ ആഗ്രഹിക്കാത്തത്? അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ആണോ അദ്ദേഹത്തിന്റെ പ്രധാനം? അതെനിക്കറിയില്ല. ഈ ചോദ്യം താങ്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും വളരെ നല്ലത്. എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. ക്യാപ്റ്റൻസി അത്ര നിസ്സാരമായ കാര്യമല്ല. ടീമിന് എല്ലാറ്റിനെയും കൂട്ടിക്കൊണ്ടു പോകണം. നല്ലൊരു പ്ലെയർ ആണെങ്കിലും ക്യാപ്റ്റൻസിയിൽ ചിലപ്പോൾ നല്ലപോലെ കളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് അവരെ മോശം പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതിന്റെ കാരണം താങ്കൾക്ക് പറയാൻ സാധിക്കുമല്ലോ. അതായത് താങ്കൾ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് നവജോത് സിംഗ് സിദ്ധുവിനെ താങ്കൾ ചെവിക്ക് പിടിച്ച് കളഞ്ഞുവെന്ന്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് എനിക്ക് അദ്ദേഹം എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം വരെ എന്റെ ക്യാപ്റ്റൻസിയിൽ ഇംഗ്ലണ്ടില് ടൂറിൽ വെച്ച് പകുതിയിൽ അദ്ദേഹം പുറത്തേക്ക് വന്നു. അതിന്റെ കാരണം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുമില്ല, ഇനി ഞാൻ ചോദിക്കാൻ പോവുകയില്ല. അദ്ദേഹം താങ്കളോടൊപ്പം മെമ്പറാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് താങ്കൾക്ക് ചോദിക്കാമല്ലേ? അത് പഴയ കാര്യമല്ലേ. 10-12 വർഷങ്ങൾ കഴിഞ്ഞു. താങ്കൾക്ക് ഇപ്പോഴും അറിയില്ലേ അതായത് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ ടൂർ പകുതിയിൽ വിട്ടിട്ട് വന്നെന്നുള്ളത്? അതെനിക്കറിയില്ല. ഇപ്പൊ പോലും അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ അത് തന്നെ ചോദിക്കുകയും ചെയ്യും. അദ്ദേഹം എന്റെ അണ്ടറിൽ 2-3 വർഷം കളിച്ച ആളുമാണ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അസർ സാർ, നിങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ക്യാപ്റ്റൻ ആക്കിയിരുന്നു. സോണിയാജി നിങ്ങളെ എംപിയും ആക്കി. അതിലേതാണ് ബെറ്റർ എന്ന് നിങ്ങൾ കരുതുന്നത്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ ക്രിക്കറ്റ് ഞാൻ കളിക്കുന്ന സമയത്ത് എന്റെ മാക്സിമം പുറത്തെടുക്കാറുണ്ട്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ എന്നെ പൂർണ്ണമായും സമർപ്പിച്ചാണ് കളിക്കാറുള്ളത്. സോ അത് വളരെ ഡിഫറൻ്റ് ആയൊരു ഫീലിംഗ് ആണ്. നമ്മൾ തന്നെ പരിശ്രമിച്ച് കളിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കും. അതുപോലെ സോണിയാഗാന്ധി എനിക്ക് ഈ സ്ഥാനം തന്നു, MP. അത് ഒരു ഡിഫറൻ്റ് ആയ ഫീലിംഗ് ആയിരുന്നു. അതിന് ഞാൻ ഒരുപാട് നന്ദിയുള്ളവനാണ്. ഈ 2 കാര്യത്തിലും നന്ദിയുണ്ട് എനിക്ക്. അതായത് ഈ ക്യാപ്റ്റനാകാനും MP ആകാനും എനിക്ക് യോഗ്യതയുണ്ട് എന്ന് തെളിയിച്ചതിന്. ഏത് ബെറ്റർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ രണ്ടും വളരെ നല്ലത് തന്നെയാണ്. സന്തോഷമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ MP ആയതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാടിന്റെ വികസനത്തിന് വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പരിശ്രമിക്കും. ഇപ്പോ ഇംഗ്ലണ്ടിൽ വേൾഡ് കപ്പ് നടക്കുകയാണ്. സോ ഏത് ടീമാണ് ജയിക്കാൻ സാധ്യത കൂടുതലുള്ളത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യൻ ടീമായിരിക്കും കൂടുതൽ ഫേവർ. നല്ല ബാലൻസ്ഡാണ്, പ്ലേയേഴ്സ് നല്ല ഫോമിലാണ്. പിന്നെ 2017 ഏത് പ്ലേയേഴ്സ് കളിച്ചാലും അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതിൽ 1-2 പേര് മാത്രമേ മാറിയിട്ടേ ഉള്ളൂ. സോ അതേ പ്ലേയേഴ്സ് ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടീം ജയിക്കണമെന്ന് വിചാരിക്കും. നമ്മൾ ടൈറ്റിൽ ഡിഫൈൻ ചെയ്യുന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല. നമ്മൾ ഒരു പ്രഷറും എടുക്കാതെ ഒരു നാച്ചുറൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കപ്പ് നേടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ കുറച്ച് വ്യത്യസ്തമാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം മാച്ച് നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിന്റെ വെതർ കുറച്ച് അൺസർട്ടൻ ആയിരിക്കും. അപ്പോൾ 200 എടുക്കുന്നതിന് പകരം 100 റൺസ്, 140-150 റൺസ് എടുക്കാനേ പറ്റുകയുള്ളൂ. സോ അത് വളരെ കോമ്പറ്റീറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഇന്ത്യൻ ടീം കപ്പ് നേടിക്കൊണ്ട് വരട്ടെ. അവസാനമായിട്ട് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സാർ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ധോണി പിന്നെ സൗരവ് ഗാംഗുലി, ഇതിൽ ആരാണ് ബെറ്റർ ക്യാപ്റ്റൻ എന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് രണ്ടുപേരും ഡിഫറെന്റ് ടൈപ്പായുള്ള ക്യാപ്റ്റന്മാരാണ്. ധോണി ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാപ്റ്റനാണ്. സൗരവ് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാപ്റ്റനാണ്. സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് 2000 ടീം വളരെ ഡിഫറെന്റ് ആയിരുന്നു. ക്രിക്കറ്റും വളരെ ഡിഫറെന്റ് ആയിരുന്നു. ധോണി വരുന്ന സമയത്ത് ക്രിക്കറ്റ് ശരിക്കും ഡിഫറെന്റ് ആയി മാറി. സോ ഞാൻ എന്താണ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പാരിസൺ
ഞാൻ ഒരിക്കലും ഒരു പ്ലെയറിനെയും അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഡിഫറെന്റ് പ്ലെയേഴ്സ് ആണ്, ഡിഫറെന്റ് കണ്ടീഷനാണ്. രണ്ടുപേരും അവരവരുടെ ഇടങ്ങളിൽ ഓക്കെയാണ്. ഇപ്പോ ധോണി വളരെയധികം മുന്നോട്ട് പോകും. ഒരു 3-4 വർഷത്തിനുള്ളിൽ ധോണിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് എല്ലാവർക്കും നന്നായി മനസ്സിലാകുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ പാർലമെന്റ് പോലെ ഒരു സ്ഥാപനത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് രാഷ്ട്രീയം തന്നെ ഒരു കളിയാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് റൺ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അതിനെപ്പറ്റി എന്ത് കരുതുന്നു? ഞാൻ ഇവിടെ വന്നത് ഒരു നല്ല ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരിക്കലും എന്നെക്കുറിച്ച് അങ്ങനെ കരുതരുത്. ഒരു ടീമിലെ ഒരുപക്ഷെ ഒരു പ്ലെയർ ശരിയല്ല എന്നുണ്ടെങ്കിൽ 10 പ്ലെയറും മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനിവിടെ നല്ലത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ യങ്സ്റ്റേഴ്സ്, യുവാക്കള്, പാർലമെന്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങളും വളരെ യങ്ങായ ഒരാളാണ്. എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ആരാണ് നല്ലവർ, ആരാണ് മോശമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു നല്ല നേതാവിന് വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിറ്റ്നസ് വളരെ കുറവായ ഒരു സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അത് നമ്മുടെ പാർലമെന്റ് ആണെന്ന് പറയാം. അവിടെ വരുന്നവരുടെ കൊടവേറൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് താങ്കളുടെ കൂടെയുള്ള എംപിമാർക്ക് എന്തെങ്കിലും ഫിറ്റ്നസിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇപ്പോൾ നടന്ന ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. ചാൻസ് കിടച്ചാൽ അവിടെ പോയി നോക്കാം അതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആരെങ്കിലും എന്നോട് ഹെൽപ്പ് ചോദിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം അവരൊക്കെ വളരെ വലിയ സീനിയേഴ്സാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് തെറ്റായി പോകാനും പാടില്ല. താങ്കളുടെ ഫിറ്റ്നസ് മുഖേന അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഇൻസ്പയർ ആകാൻ തയ്യാറാണെങ്കിൽ ഇൻസ്പയർ ആയേക്കാം. അസർ, താങ്കളോട് എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങളും ഞാൻ ചോദിച്ചു. താങ്കൾ വളരെ ഓപ്പണായിട്ട് ഉത്തരം നൽകി. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്ന സമയത്ത് അസറുദ്ദീനെതിരായിട്ടുള്ള ഈ വിചാരണയിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ സച്ചിദാനന്ദ് മൂർത്തിയുടെ ജഡ്ജ്മെന്റ് കേൾക്കാം. ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വിചാരണ നടത്തിയത് മുഹമ്മദ് അസറുദ്ദീനോടാണ്. നമ്മൾ അസറുദ്ദീനോട് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റിനെ കുറിച്ച് ചോദിച്ചു, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു, നമ്മൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചു, പിന്നെ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതും. അസറുദ്ദീൻ ഫിറ്റ്നസ് ടിപ്പും നമുക്ക് നൽകി. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സച്ചിദാനന്ദ് മൂർത്തിയുടെ ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാം. ഈ നീതിപീഠം അസറുദ്ദീനെതിരായിട്ടുള്ള അലിഗേഷൻസ് എല്ലാം തന്നെ വ്യക്തമായി കേട്ടു. കൂടാതെ മുഹമ്മദ് അസറുദ്ദീനോട് ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങളും കോടതിയുടെ ചോദ്യങ്ങളും ഈ കോർട്ട് കേട്ടു. ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ അദ്ദേഹം നൽകിയ മറുപടികളും ഈ കോർട്ട് കേട്ടു. ഒപ്പം ഈ കോർട്ട് അസറുദ്ദീനെതിരായിട്ടുള്ള അലിഗേഷൻസിന് അദ്ദേഹം നൽകിയ മറുപടികൾ തൃപ്തികരമാണെന്ന് ഈ കോർട്ട് വിശ്വസിക്കുന്നു. പിന്നെ അദ്ദേഹം ഒരു യങ് മാൻ ആണ്. കൂടാതെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒപ്പം അദ്ദേഹം ക്രിക്കറ്റിൽ ഒരു കാലത്ത് ഒരു സ്റ്റാർ എന്ന നിലയിൽ എത്രമാത്രം ഷൈൻ ചെയ്തോ അത്ര തന്നെ രാഷ്ട്രീയത്തിലും ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഈ കോർട്ട് യങ് ജനറേഷന് ഇദ്ദേഹം ഫിറ്റ്നസ് കോച്ചിങ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ടു ഫെലോ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്, ഒരു കളിക്കാരനെ അദ്ദേഹം ഫിറ്റ് ആണെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തീർച്ചയായും. ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ എന്താണോ പറയാൻ ആഗ്രഹിച്ചത് അത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഈ വിശ്വാസത്തോടുകൂടി, ഈ പ്രതീക്ഷയോടുകൂടി അസറുദ്ദീൻ എങ്ങനെയാണോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംരക്ഷിച്ചത്, അദ്ദേഹം എങ്ങനെ ക്രിക്കറ്റിൽ പുതിയ പുതിയ റെക്കോർഡുകൾ തകർത്തോ അതുപോലെ പാർലമെന്റിലും ഇദ്ദേഹം പുതിയ പുതിയ റെക്കോർഡുകൾ തകർക്കും. അതുപോലെ തന്നെ അടുത്ത തലമുറയ്ക്ക് ഇദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഉദാഹരണമായിരിക്കും എന്നതിൽ ഉറപ്പുണ്ട്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതാണ്. നന്ദി, നമസ്കാരം.